എന്തോ അയ്യോ ഇത്രയും വേണ്ട, നീട്ടി ഇങ്ങനെ വിളിച്ചാലേ നിനക്ക് വല്ല ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാ പ്രാവശ്യം ഞാൻ തന്നെ പറയുന്നത് ഈ ചെക്കനെ അവിടെ വെറുതെ കൊണ്ടുവന്നിരുത്തിയിരിക്കുക ഒരു ശരി. ഞാൻ പറഞ്ഞ പോലെ സൂര്യന്റെ മുഖത്തോട് നോക്കി. നിങ്ങൾ സൂര്യന്റെ മുഖത്തേക്ക് എന്ത് രസല്ലേ, ഫുൾ മേക്കപ്പ്. അത്രയും കളറൊന്നും ഇല്ല, കാര്യം കിട്ടും. എന്റെ മുഖത്ത് മേക്കപ്പ് ഒന്നുമില്ല, വേണം ഞാൻ മുഖം കഴിക്കാൻ വരാം. സൂര്യക്ക് മേക്കപ്പ് ഒന്നും ഇല്ല. പക്ഷെ ഞാൻ ഈ മേക്കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ ഒരു വാർത്ത കേട്ടിരുന്നോ? ഒരു വാർത്തയല്ല, ഞാനും ഒരുപാട് വാർത്ത കേട്ടു. ഇതേ അടി ഞാൻ നേരത്തെ എന്നോട് എന്തോ പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഡയലോഗ് ഈ ഗോസിപ്പ് കൊണ്ടുവരുന്നില്ല. ആരാണോ കൊണ്ടുവരുന്നത്? ഈ ഡയലോഗ് ഞങ്ങൾ ഈ ഗോസിപ്പിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. അതെ ആ ഡയലോഗ് പറയുന്ന ആള് മങ്കിനി. ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഇല്ല ഞാൻ പറയില്ല. എന്തായാലും സംഭവം ഇതാണ്. ഹോളിവുഡിൽ അല്ലേ, ബോളിവുഡില് കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശരിയാ, കോടതി പെൺകുട്ടികൾ സ്ത്രീകൾ മേക്കപ്പ് രംഗത്തേക്ക് ഇനി ജോലി ചെയ്യാം. അതെ, ഇപ്പൊ സാധാരണ സിനിമാ രംഗത്ത് ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ മെയിൽസ് ആണ്, ഫീമെയിൽസ് കുറവാണ്. അപ്പൊ അങ്ങനെ അതിനെതിരെ ഫീമെയിൽസ് അവരെന്ന് ഹെയർ ഒക്കെ ചെയ്യല്ലേ, ഹെയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻഡസ്ട്രിയിൽ എല്ലാം, മലയാളം ഇൻഡസ്ട്രി പോലും ലേഡീസ് ഉണ്ട്. പക്ഷെ മേക്കപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അവരതിനെതിരെ ഒരു വലിയൊരു കംപ്ലൈന്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കോടതി വിധി പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് എല്ലാ രീതിയിലുള്ള തുല്യ അവകാശമുണ്ട്, അവർക്ക് അവകാശമുണ്ട്. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് വന്നിട്ട് അറിയൂടാ, ചെറിയൊരു പണി വരാനുള്ള സാധ്യത കാണുന്നില്ലേ എന്നൊരു സംശയം. ചെറിയൊരു പണി മാത്രമല്ല, പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ഗേൾ ആണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പെങ്കൊച്ചിന് വേറൊരു പെങ്കൊച്ച് മേക്കപ്പ് ഇടുന്നതിലും നല്ലത് ഒരു ആൺകൊച്ച് മേക്കപ്പ് ഇടുന്നതാ. അതേ കാര്യം എനിക്കും പറയാനുള്ള, ഒരു ആൺകൊച്ചിന് പെങ്കൊച്ചിന് മേക്കപ്പ് ഇടുന്നത് നല്ലത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പ്രശ്നമാണ് ഞാനും പറയാൻ വേണ്ടി വന്നത്. ബിക്കോസ് ഒരു പുതിയ റൂള്, പെൺപിള്ളേർക്ക് ആൺപിള്ളേര് മേക്കപ്പ് ഇടട്ടെ, ആൺപിള്ളേർക്ക് പെൺപിള്ളേര് മേക്കപ്പ് ഇടട്ടെ. അങ്ങനെ ഞങ്ങൾ അംഗീകരിച്ചു. എന്തായാലും നമ്മുടെ ചെന്നൈയിലൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. മലയാളത്തിൽ ഇന്നേ വരെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പെൺകുട്ടികൾ കിടന്നവരാണോ ഇത് വന്നിട്ടില്ല. എന്തായാലും വരുമായിരിക്കും, വരണം. ബിക്കോസ് അവരെ നമ്മൾ ഒരിക്കലും മാറ്റി വേണ്ടി മാത്രം നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള ഒരു മേഖലയല്ല. നമ്മൾ സ്ത്രീകളും വളരെ ശക്തമായി കടന്നു വരണം. അതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്നിട്ടാണ് കുറച്ച് പറഞ്ഞത് പുരുഷൻ മേക്കപ്പ് ചെയ്താൽ അടിപൊളിയായിരിക്കും, പെണ്ണുങ്ങൾ മേക്കപ്പ് ചെയ്താൽ. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പെണ്ണുങ്ങൾ കുറച്ചുകൂടി പഠിക്കണം, മേക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ചുകൂടി പഠിച്ച് നല്ല പ്രൊഫഷണൽ ആയിട്ട് വന്ന് ചെയ്യാം. ആമ്പിള്ളേരെ കടത്തി വെട്ടണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും മലയാളത്തിലും ഇതുപോലെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. സ്ത്രീകളുടെ ഒരു കടന്നുകയറ്റം എന്തായാലും ഉണ്ടാവട്ടെ. ഇപ്പൊ കോടതി വിധി, സ്ത്രീകളുടെ ഒരു നുഴഞ്ഞുകയറ്റം എന്തായാലും ഉണ്ടാവട്ടെ. തീവ്രവാദി എന്തായാലും നമുക്കൊരു പാട്ട് കണ്ടല്ലോ. അതെ, ഈ ഒരു സന്തോഷത്തിൽ എന്ന് വെച്ചാൽ നമുക്കിപ്പോ കോടതി നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് വിധി വന്നു. അപ്പൊ എല്ലാ സ്ത്രീകളും സന്തോഷത്തോടെ ഈ പാട്ട് കേൾക്കാം. നമുക്ക് സ്ത്രീകളുടെ ഒരു ഓട്ടത്തുള്ളൂ സംഭവം. ഈ മോണാക്ട് അല്ലെങ്കിൽ ഇത് കളിക്കുന്നതാണെന്നില്ലേ, ഇങ്ങനെ കാണിക്കുന്നത് ഇതുപോലെ കളിക്കുന്നുണ്ട്. എല്ലാ സന്തോഷത്തിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയാതെ ഞാൻ കാണിച്ചതാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു നല്ല പാട്ട് കേട്ടിട്ട് വരാം. ശബാനെ, എന്താ ഓന്നൊക്കെ വല്ലാണ്ട് വേണ്ട. ഞാൻ ഒരു കാര്യം പറയാനാ വന്നത്. നമ്മുടെ മറ്റേ 1997 ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനിച്ചിട്ട് 3 വർഷം കഴിഞ്ഞപ്പോ ഒരു സംഭവം നിന്ന് പോയിന്ന്. ആ സംഭവം വീണ്ടും തുടങ്ങാൻ പോകും. ജനിച്ചപ്പോഴെ പ്രശ്നങ്ങളായിട്ട് വന്നൊരു വ്യക്തിയാണ് എന്റെ തൊട്ട് ഉപയോഗിക്കുന്നത്. ജനിച്ചപ്പോഴല്ല, ജനിച്ച് 3 വർഷം കഴിഞ്ഞിട്ട്. എന്റെ പ്രശ്നമൊന്നുമല്ല അത് സിനിമയുടെ പ്രശ്നമാണ്. എന്തായാലും ഞങ്ങളുടെ കമലഹാസന് പ്രശ്നമായോ? അതെ, ഞങ്ങളുടെ സ്വന്തം കമലഹാസൻ ആയിക്കോട്ടെ, മരുതനായകം അല്ലെ, അതല്ലേ ഉദ്ദേശം. പടം 1997 ഷൂട്ട് തുടങ്ങിയത്. പക്ഷെ സാമ്പത്തിക 100 കോടിന്റെ ബഡ്ജറ്റ് ആയിരുന്നു. അപ്പൊ തന്നെ 1997 100 കോടിന്റെ ബഡ്ജറ്റ് ഇത്രയും വലിയൊരു പടം ഇറങ്ങിയിട്ട് പക്ഷെ ആ ഇറങ്ങില്ല. സാമ്പത്തിക പ്രശ്നം കാരണം ഷൂട്ട് നിന്ന് പോവുകയും ഒക്കെ ചെയ്ത് ഭയങ്കര വിഷയങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ കമലഹാസൻ അത് കുറെ ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം ഒന്ന് ഇറക്കുക പടം കാണാൻ ഭയങ്കര. അപ്പൊ പുള്ളിക്കാരന്റെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് റേഡിയോക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞു, ഈ പടം ചെയ്യണമെങ്കിൽ ഒരു 100 പേര് വീതം, അല്ല 100 പേര് 10 ലക്ഷം പേര് 100 രൂപ വെച്ച് കൊടുക്കണം. 10 ലക്ഷം പേര് 100 രൂപ വെച്ച്. ഞാൻ ആദ്യം തന്നെ 100 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനും കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ കൊടുക്കാഞ്ഞിട്ട് ഇനി പടം ഷൂട്ട് തുടങ്ങാതിരിക്കണ്ട അല്ലേ. പക്ഷെ എനിക്കൊരു പക്ഷെ വേറെ കാര്യമുണ്ട്, കമലഹാസന്റെ പേയ്മെന്റ് ഇതിനകത്ത് പെടുത്തിയിട്ടില്ലെന്ന് പറയാം 100 കോടിക്കകത്ത്. പടത്തിന്റെ ബഡ്ജറ്റ് 500 കോടി. എന്തായാലും സംഭവം പുള്ളി ഇങ്ങനെ പറഞ്ഞു ശ്രദ്ധിക്കുക. പുള്ളിക്കാരൻ നിയർലി ഒരു 7 കോടി രൂപയോളം ഇതിന് വേണ്ടിയിട്ട് കൊടുത്തു. അന്നേരം ഒരു 1997 ആ സമയത്ത് പടം ഷൂട്ട് നടക്കുന്ന സമയത്ത് പുള്ളി ഏതാണ്ട് 7 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എവിടെ എത്തിയില്ല സംഭവം. പക്ഷെ സംഭവം ഇറങ്ങും, നമുക്ക് കാത്തിരിക്കാം. നമുക്ക് എല്ലാവർക്കും നമുക്ക് 10 ലക്ഷം പേരില് ഒരു 100 രൂപ കൊടുക്കാം. അക്കൗണ്ട് നമ്പർ പറയാം, അതിൽ കിട്ടും. ഇപ്പൊ തന്നെ
200 രൂപയായി കമലഹാസന്. എന്റെ 100 രൂപയും കൂടെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും കാശ് എടുക്കാം, പക്ഷെ സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് വരണം. 100 രൂപ കൊടുത്തിട്ട് സിനിമ ഇറങ്ങുമ്പോൾ ഫ്രീ ടിക്കറ്റ് കൊടുക്കണം. സിനിമയുടെ ടിക്കറ്റിന് 150 രൂപ, 50 രൂപ എന്നാലും ലാഭം. 100 രൂപയാ. ആണല്ലേ? ഓക്കെ. എന്തായാലും പടം ഇറങ്ങണം, അതാണ് നമ്മുടെ ഒരു ഇഷ്ടം അല്ലേ? കമലഹാസന്റെ പടമായതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ഇറങ്ങണം. എന്തായാലും നമുക്ക് ഈ ഗോസിപ്പ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ നമുക്ക് ഗോസിപ്പ് വൈൻഡപ്പ് ചെയ്യാം. ഗോസിപ്പ് പ്ലീസ് ഈ ഗോസിപ്പ് ഞാൻ തന്നെ പറഞ്ഞോളാം, നീ മിണ്ടാണ്ടിരിക്കുക. കാരണം ഇതെന്ന് വെച്ചാ എന്താ പറയാ, എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളുടെ ഗോസിപ്പാണ്. നേരത്തെ നീ കമലഹാസന്റെ ഫാൻ അവൻ, അപ്പൊ ഞാൻ കമലഹാസന്റെ കാര്യത്തിൽ ഇവനെ വിട്ടുകൊടുത്തല്ലോ, അപ്പൊ ഇവനെ എനിക്ക് വിട്ടുതരണം. എന്റെ സ്വന്തം ഷാറൂഖ് ഖാൻ, എന്റെ ചക്കരക്കുട്ടി, ആ പുള്ളിക്കാരന്റെ കഥയാണ് ചക്കരക്കുട്ടിയോ? എന്താന്ന് പറയാൻ വെച്ചെന്ന് ഒന്നും മിണ്ടായിരിക്കോ? സത്യം പറയാം, ഞാൻ കാര്യം പറയാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജയാ ബച്ചൻ ഒരു ഹാപ്പി ന്യൂ ഇയർ കണ്ടതിന് ശേഷം ഷാറുഖ് ഖാനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ പൊതു വിളിച്ചിട്ടല്ല, ആൾക്കാർ അത്ര ധൈര്യം ഇല്ലെന്നോ? ബച്ചൻ കുടുംബം എന്ന് വെച്ചാൽ ആരാണ് വിചാരിച്ചേക്കുന്നത്? ആരാ ഷാറുഖ് ഖാൻ ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഞാൻ ഈ ഷോ കണ്ടിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ ഫാൻസ് പറഞ്ഞു. എന്തായാലും ജയാ ബച്ചൻ പടം കഴിഞ്ഞിറങ്ങിയ ശേഷം പറഞ്ഞു, ഇതൊരു വലിയ സംഭവം ഒന്നല്ല, മൂവിയൊന്നല്ല. അവരുടെ മോനത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതാണ്, അതുകൊണ്ടായിരിക്കണം പറഞ്ഞത്. രീതി പറഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഒരുപാട് അല്ല, ഹാപ്പി ന്യൂ ഇയർ കണ്ടിട്ടാണല്ലോ അവരങ്ങനെ മോശമാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പറയാൻ പാടുണ്ടായിരുന്നോ? ഹാപ്പി ന്യൂ ഇയർ എന്നും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരുന്നത് എല്ലായിടത്തും. എന്തായാലും സംഭവം ഇത്രയേ ഉള്ളൂ. ജയാ ബച്ചൻ ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഷാറുഖ് ഖാൻ ഭയങ്കര റേസ് ആകുകയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം സംഭവം സോൾവ് ആയി. ബിക്കോസ് കൊൽക്കത്തയിലെ അന്താരാഷ്ട്ര എന്താണ് ഒരു ഫംഗ്ഷൻ, ഫിലിം ഫെസ്റ്റിവലിന് ചെന്നപ്പം അമിതാഭ് ബച്ചൻ ആയിട്ട് ഷാറുഖ് ഖാൻ സംസാരിക്കുകയും കാര്യങ്ങൾ ചുമ്മാ ഓൾറെഡി പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ സോറി പറയാൻ വേണ്ടി തയ്യാറാണെന്നുള്ളത്. എന്തായാലും ചെറിയൊരു അബദ്ധം എന്താണെന്നറിയോ, ഈ നാവിൽ ഗുളികം വരിക എന്ന് കേട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു അബദ്ധമൊക്കെ പറ്റിപ്പോകും. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നീ ഇപ്പൊ ഭയങ്കര ഫാനാന്ന് പറഞ്ഞു ഷാറുഖ് ഖാൻ കുറ്റം പറയായിരിക്കും, ഞാൻ കുറ്റം പറയും. എനിക്ക് കണ്ട ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഉറപ്പായിട്ട് പറയും. പക്ഷെ ചെറുപ്പം വേറൊരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് ഹാപ്പി ന്യൂ ഇയറിന്റെ എല്ലാ സംഭവങ്ങളും ഇഷ്ടമായി. പക്ഷെ ഇടയ്ക്ക് കുറെ സമയം ലാഗ് അടിക്കുന്നുണ്ട്. ആ ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗത്ത് കുറെ ലാഗിങ് ഉണ്ട്. തുടങ്ങുന്നിടത്ത് ലാഗിങ് ഉണ്ടെന്നോ ഒരിക്കലും പറയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുകാണുന്നത് തുടക്കം, പിന്നെ ഒരു സെന്റർ പാട്ട്, പിന്നെ മൊത്തം കണ്ടില്ലേ? അല്ല, മൊത്തം ഞാനൊരു 4 വട്ടം കണ്ടു. എന്തായാലും പ്രശ്നങ്ങളൊക്കെ മാറി. ജയാ ബച്ചൻ കുടുംബങ്ങളിലെ ഷാറുഖ് ഖാൻ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി. പിന്നെ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? ആ ഒരു സന്തോഷത്തിൽ പാട്ട് കേൾക്കാം. സൂര്യന്റെ ഭയങ്കര ഫാനല്ലേ, അതുകൊണ്ട് ഒരു സൂര്യന്റെ സന്തോഷത്തിന് വേണ്ടി കൂടെ ഒരു പാട്ട് കാണാം അല്ലേ? ഒരു പാട്ട് പെട്ടെന്ന് തിരിച്ചു. അപ്പം എല്ലാവരും ഗോസിപ്പൊക്കെ കേട്ടല്ലോ, എല്ലാവരും സന്തോഷമായില്ലേ? എനിക്ക് സന്തോഷമായി. കാരണം ക്ലൈമാക്സിൽ ഷാറുഖ് ഖാനെ കുറിച്ചൊരു ഗോസിപ്പ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു ഫാൻ ഏതാണ്ട് വിജയ് ഫാൻ ഏതാണ്ട് പാലക്കാട് അങ്ങാണ്ട് ഫ്ലക്സിന് മുകളിൽ തലകുത്തി വലിഞ്ഞ് കയറിയിട്ട് താഴെ വീട് ആള് കാഞ്ഞു. അല്ല, എന്നിട്ട് വിജയ് എന്താ പറഞ്ഞു? വിജയിന്റെ അവരെ ഫാമിലി വിജയ് നോക്കിക്കോളാന്ന് പറഞ്ഞു. അവരുടെ ഫാമിലിക്ക് 3 lakhs rupees കൊടുത്തു. 3 lakhs rupees കൊടുത്തോണ്ട് എന്താവാൻ? അല്ല, ഫാമിലി നോക്കിക്കോളാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പം ഇന്ന് മാർക്കറ്റില് തക്കാളിക്ക് എന്ത് വിലയുണ്ട്? തക്കാളിക്ക് ഞാൻ അങ്ങനെ ചോദിച്ചാൽ ഞാൻ തക്കാളി എന്ന് പറഞ്ഞാൽ പച്ചച്ച് ഇങ്ങനെ നീലിച്ചിരിക്കുന്ന സാധനം അല്ലേ? 1 കിലോ അരിക്ക് എത്ര വില? 1 കിലോ അരിക്ക് 10-32 രൂപയുണ്ട്. 32. ഞാൻ മേടിക്കാറ് ഏതറിയാവുന്നില്ലേ? സുലേഖ 32 രൂപ. എന്തായാലും ഏതോ അബദ്ധത്തിൽ ആരാണ്ട് പറഞ്ഞതാണ് അരിയുടെ വില. കാര്യം ഇല്ല, ഞങ്ങളുടെ വീട്ടിലെ അരിയും സാധനങ്ങളൊക്കെ 3 ലക്ഷം രൂപ കൊണ്ട് കുടുംബത്തിന് ഒന്നും ആവത്തില്ല. എന്തായാലും ഞാൻ ഇതൊന്നും അല്ല പറഞ്ഞു വന്ന കാര്യം ഫാൻസ് എന്നുള്ള ഈ ഒരു ഇത് കൂടരുത്. കാരണം അയ്യോ ദൈവമേ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അല്ല. അതല്ലടാ, ഷാറുഖ് ഖാൻ എന്ന് പറയുമ്പോൾ ഒരു ആവേശം കിട്ടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഷാറുഖ് ഖാൻ ഒരുപാട് പോസിറ്റീവ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒറ്റ ആള് പറഞ്ഞ ആളുടെ പേര് കേൾക്കുമ്പോൾ ആവേശമല്ലോ.
ലാലേട്ടൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. എന്താണ് കാര്യം പറഞ്ഞത്? ഫസ്റ്റ് നമ്മള് മാരേജിനെ ആരും എടുത്തു ചാടി നേരത്തെ കല്യാണം കഴിച്ച് വെറുതെ ജീവിതം കുട്ടിച്ചോറാക്കണ്ട. സത്യം. വീട്ടുകാർക്ക് നിർബന്ധിക്കും, നിങ്ങൾ സമ്മതിക്കരുത്. സത്യമായിട്ടും. അപ്പം നല്ല ബ്രില്യന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ എടുക്കാം. നമ്മൾ എന്തായാലും കുറെ ഗോസിപ്പുകൾ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പോകേണ്ട സമയമൊക്കെ ആയി അല്ലേ? അപ്പൊ നമുക്ക് ചാറ്റ പറഞ്ഞു പോട്ടെ. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.